ഹായ്, ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാൻ ആ വറുത്തരയ്ക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. എന്താ, കുറച്ച് വെളുത്തുള്ളി, ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ. ഒന്നുകൂടി നന്നായി പൊടിയാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത് 2-3 മാസം വരെയൊക്കെ കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാം. അതിന് വേണ്ട ട്രിക്ക് എന്താ വെച്ചാൽ, നമ്മൾ വറുത്തരയ്ക്കുന്ന ഒഴിക്കുന്ന പാത്രവും മിക്സിയും ഒക്കെ വെള്ളമില്ലാതെ നല്ലോണം ഉണക്കിയെടുക്കണം കേട്ടോ. ഇതൊരു പാത്രം വെച്ച് അതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ വറുക്കുക. ഇതെല്ലാം എൻ്റെ അമ്മ ചെയ്യുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അത് നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇനി അടുത്തത് ചെറിയുള്ളി, അത് നമ്മൾ വഴറ്റിയെടുക്കണേ, ഗോൾഡൻ കളറാക്കി എടുക്കണം. ഇങ്ങനെ വറുത്തരച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ചിക്കൻ കറിയോ സാമ്പാറോ വെക്കണം എന്ന് തോന്നിയാൽ പെട്ടെന്ന് കഴിയും. ഇതൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതും ഏകദേശമായി, നമ്മൾ മാറ്റുകയാണ്. ഇത് കുറച്ച് കറിവേപ്പില, ഇനി നമ്മൾ ചിരകി വെച്ച തേങ്ങ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്, പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളിട്ടിട്ടിന് മെല്ലനെ ഇളക്കി കൊടുക്കുക. നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച ചെറിയുള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി അതിൽ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക കേട്ടോ. നമ്മളെ പാത്രത്തിൻ്റെ അടി പിടിക്കുകയാണെങ്കിൽ മാത്രം കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഞാൻ അധികം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ല. ചെറിയ തോതിൽ കളറ് മാറി വരുന്നുണ്ട് കേട്ടോ തേങ്ങയുടെ. ഇത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം കുറച്ച് സമയം എടുക്കും അരയ്ക്കാൻ. നമ്മൾ മെല്ലനെ അരച്ചെടുക്കുക. വെള്ളം തീരെ തൊടരുത് കേട്ടോ. അഥവാ അരയ്ക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ട, ചോക്ലേറ്റ് ഉരുക്കിയതുപോലെ. എന്നിട്ടൊരു ബോട്ടിലേക്ക് മാറ്റുകയാണ്. ഗ്ലാസ് ബോട്ടിലാണ് ഒഴിക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഗ്ലാസ് ബോട്ടിൽ ഇപ്പോൾ തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക്കിലേക്കാണ് മാറ്റിയത് കേട്ടോ. 2 സെക്ഷനാക്കി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു ചിക്കൻ കറി വെക്കണം, അല്ലെങ്കിൽ ഒരു സാമ്പാർ വെക്കണം എന്ന് തോന്നിയാൽ വേഗം എടുത്തിട്ട് നമുക്ക് സാമ്പാറോ ചിക്കൻ കറിയൊക്കെ വെക്കാം. പക്ഷേ ഉപയോഗിക്കുമ്പോൾ വെള്ളം തൊടാത്ത സ്പൂൺ ഉപയോഗിക്കണേ.